ജീവിതത്തിൽ നിങ്ങളുടെ വിജയത്തിനും തോൽവിക്കും പിന്നിൽ ഒരൊറ്റൊരാളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു വ്യക്തി തന്നെ. നിങ്ങൾ തന്നെ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന, മാറണമെന്ന് ആഗ്രഹിക്കുന്ന, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ അനുവദിക്കാത്ത ഒരു ചാത്തൻ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഈ ചാത്തന്റെ പല ശബ്ദങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിലിരുന്ന് ഈ ചാത്തൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഓ എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, ഓ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഞാൻ നന്നായിരിക്കും, ഈ ഒരു ഒറ്റ പ്രാവശ്യം കൂടി ഇതും കൂടെ കഴിഞ്ഞാൽ ഞാൻ പൊളിക്കും. ഇങ്ങനത്തെ ശബ്ദം നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉറപ്പായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഈ ഒരു ചാത്തൻ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഒരിക്കലും നമ്മളെ വളരാൻ അനുവദിക്കുന്നില്ല. സോ നമുക്ക് ഈ ഒരു ചാത്തനെ എടുത്തൊന്ന് പുറത്തു കളയണ്ടേ? ഉറപ്പായിട്ടും വേണം. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാണുക. മറ്റുള്ള വീഡിയോ കാണുന്ന പോലെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കാണാണ്ട് വളരെ ഫോക്കസ് ആയിട്ട് തന്നെ കാണുക. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ചാത്തനെ പുറത്തു കളഞ്ഞ് നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെയൊക്കെ ഉള്ളിൽ രണ്ട് സെൽഫ് ഉണ്ട്. ഒരു ഹയർ സെൽഫും ഒരു ലോവർ സെൽഫും. ഹയർ സെൽഫിനെ ഞാൻ പോസിറ്റിവിറ്റി എന്നും ലോവർ സെൽഫിനെ നെഗറ്റിവിറ്റി എന്നും വിളിക്കും, അല്ലെങ്കിൽ ചാത്തൻ എന്ന് നമുക്ക് വിളിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം 50% കൂടുതൽ പോസിറ്റിവിറ്റി ആണ് അല്ലെങ്കിൽ ഹയർ സെൽഫ് ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അന്നത്തെ നമ്മുടെ ദിവസം സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് എൻഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു ദിവസം സക്സസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. 90% ആൾക്കാരും തോൽക്കുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് ആ ഒരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ എൻഡ് ചെയ്യുക എന്നുള്ളത്. ചാത്തൻ അല്ലെങ്കിൽ ലോവർ സെൽഫ് നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ് വെച്ചാണ് കളിക്കുന്നത്. ഫിയർ, ആംഗർ, ആൻസൈറ്റി, നിരാശ, നാണക്കേട്, അങ്ങനെ പല ഭാവങ്ങളിൽ ഈ ഒരു ചാത്തൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ ഒരു ചാത്തൻ കാരണം ജീവിതത്തിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? പല അവസരങ്ങളിലും നിങ്ങളെ പുറകിലോട്ട് വലിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഒരു ചാത്തന്റെ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയുടെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് തന്നെ നിങ്ങളെ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇടുക എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾക്ക് ഒരു ഗുഡ് ഫീൽ തന്ന് നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ ഇട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ ഇത് അനുവദിക്കത്തില്ല. കാരണം ഈ ഒരു ലോവർ സെൽഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ മാറ്റങ്ങളെ അനുവദിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മാറുന്നത് ഈ ഒരു ലോവർ സെൽഫ് ഒരിക്കലും അനുവദിക്കത്തില്ല. ജിമ്മിൽ പോകാൻ നേരം നിങ്ങൾക്കൊരു മടി തോന്നാറില്ലേ? പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കാൻ നേരത്ത് ഓ ഇനി നാളെ ആവട്ടെ എന്ന് തോന്നിയിട്ടില്ലേ? നിങ്ങൾ രാവിലെ എണീറ്റ് ഒരു പുതിയ റൊട്ടീനൊക്കെ ഫോളോ ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ അത് ക്വിറ്റ് ചെയ്തിട്ടില്ലേ? ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ലോവർ സെൽഫ് ആണ്. കാരണം മാറ്റം ഇതിന് അനുവദിക്കത്തില്ല. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യവുമല്ല. എപ്പോഴും ഹയർ സെൽഫിൽ നിൽക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ ഇമോഷൻസ് ഉണ്ട്. സോ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ അടുത്തേക്ക് വരും. സോ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് എപ്പോഴും ഹയർ സെൽഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വഴികളുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. നമ്പർ 1, ഓപ്പറേറ്റ് തിങ്സ് വിത്ത് യുവർ സ്വീറ്റ് സ്പോട്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ടിൽ നിന്ന് വേണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഓരോ കഴിവുകളാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എഫേർട്ട് ഇട്ടാലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും സമയം പോകുന്നത് പോലെ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് പോലെ നമുക്കൊരു ഫീൽ വരത്തില്ല. ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടായിരിക്കും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ട്രേഡിംഗ് ചെയ്യുന്നത്, മണിക്കൂറുകൾ ട്രേഡിംഗ് ചാർട്ടിന്റെ ഫ്രണ്ടിൽ ഇരുന്നാലും എനിക്ക് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരത്തില്ല. അല്ലെങ്കിൽ പ്രസന്റേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ടീച്ചിങ് ചെയ്യുന്നത്, ഇതിനൊക്കെ എത്ര എഫേർട്ട് ഇട്ടാലും എനിക്കത് എഫേർട്ട് ഇട്ട പോലെ തോന്നുന്നില്ല. കാരണം ഇതെന്റെ സ്വീറ്റ് സ്പോട്ടാണ്. സോ നിങ്ങൾ നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ടിൽ നിന്നാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാത്തന്റെ കളികൾ ഒരു പരിധി കൂടുതൽ നിങ്ങളുടെ അടുത്ത് നടക്കത്തില്ല. നമ്പർ 2, വി കാനോട്ട് കൺട്രോൾ എവറിത്തിങ്, ജസ്റ്റ് മാസ്റ്റർ ഇൻ വൺ തിങ്. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഗോൾസുകൾ ഉണ്ടായിരിക്കും. അറ്റ് എ ടൈം ഇതെല്ലാം നമ്മൾ ഒരു ദിവസം നമ്മൾ അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങൾ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഒരു ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, ആ ഒരു ഒറ്റ കാര്യത്തിൽ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഫാമിലി അല്ലെങ്കിൽ വെൽത്ത്, ഹെൽത്ത്, ബിസിനസ്, കരിയർ, അങ്ങനെ പല കാര്യങ്ങളും കാണും. ഇതെല്ലാം അറ്റ് എ ടൈം ഞാൻ ഒരുമിച്ച് അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പോസിബിൾ അല്ല. നിങ്ങൾ എപ്പോഴും ഒരു ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, അതിൽ മാസ്റ്റർ ആയതിനു ശേഷം അതിന്റെ ലിവറേജ് ഉപയോഗിച്ച് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ കരിയറിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മണി ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നല്ലൊരു ജിം അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനറിനെ പേഴ്സണൽ ട്രെയിനറായിട്ട് വെക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റും. സോ എപ്പോഴും നിങ്ങൾ ഒരു ഒറ്റ കാര്യത്തിൽ പ്രയോറിറ്റി കൊടുക്കുക, ആ പ്രയോറിറ്റി കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എല്ലാ ദിവസവും ഉറപ്പുവരുത്തുക. നമ്പർ 3, ഡീൽ പ്രോബ്ലംസ് ലോജിക്കലി നോട്ട് ഇമോഷണലി. നമ്മളൊക്കെ ഇമോഷണൽ ക്രീച്ചേഴ്സ് ആണ്. നമുക്ക് ഈ പറയുന്ന പോലെ ഇമോഷൻ വെച്ചാണ് നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്നത്. നമ്മളൊരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും എല്ലാ മണിക്കൂറിലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരും. ആ പ്രോബ്ലം വരുന്ന സമയത്ത്
സമയത്ത് ഇമോഷണലായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാണ്ട് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലോട്ട് വരത്തില്ല. പക്ഷെ അതത്ര ഈസി അല്ല. ഇതിനുവേണ്ടി ഞാനും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയും ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവുമുള്ള ഒരു 10 മിനിറ്റ് ഓഫ് മെഡിറ്റേഷനും അതേപോലെ ഡെയിലി അഫർമേഷനും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കൺട്രോളിലാണെങ്കിൽ നമ്മൾ തീരുമാനിക്കും നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന്. നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യാണ്ട് നമ്മൾ വേണം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ലോജിക്കലായിട്ട് അതിനെ ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ നെഗറ്റിവിറ്റിനെ ഒരു പരിധിയിൽ കൂടുതൽ മാറ്റി നിർത്താൻ പറ്റും. ലാസ്റ്റ് ആൻഡ് നമ്പർ 4, ഓൾവേസ് ബി ഓൺ ഹയർ ഫ്രീക്വൻസി. ഹയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ ഇടപെടുന്ന ആൾക്കാർ ഒരു നെഗറ്റീവ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാത്തൻ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിങ്ങളുടെ അരികിലേക്ക് വരും. നേരെ മറിച്ച് നിങ്ങൾ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിങ്ങളും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതേപോലെ തന്നെ നിങ്ങൾ ചുറ്റുപാട്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ റൂം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും നെഗറ്റീവായിട്ട് ഒരു അടുക്കും ചിട്ടയ്ക്ക് ഇല്ലാണ്ടാണ് കിടക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തന്നെ നെഗറ്റിവിറ്റിയിലോട്ട് പോകും. ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. നിങ്ങൾ ഒരു ദിവസം നേരത്തെ എണീറ്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഒരു തണുത്ത ഷവറൊക്കെ എടുത്ത് നല്ല രീതിയിൽ പ്രോട്ടീൻ ഇൻടേക്ക് ഉള്ള ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ദിവസം ഏറ്റവും പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ചാത്തൻ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിങ്ങളുടെ അരികിലേക്ക് വരത്തില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റ് കുറേ നേരം ഫോണും സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഒരു മടി പിടിച്ചിരിക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ നെഗറ്റീവായിട്ടായിരിക്കും തുടങ്ങുന്നത്. കാരണം ഈ പറയുന്ന നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലോവർ ഫ്രീക്വൻസിയിലാണ് ഓരോ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഗ്രോത്ത് വരത്തില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പുവരുത്തുക ഞാൻ എൻ്റെ ഹയർ ഫ്രീക്വൻസിയിൽ ഇരുന്നാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ നെഗറ്റിവിറ്റിയിലോട്ട് ഒരിക്കലും പോകാണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. എല്ലാ മനുഷ്യന്മാരും പോകും. പക്ഷേ വിജയിച്ചവരെ എവിടെയാണ് വ്യത്യസ്തരാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നെഗറ്റിവിറ്റിയോട്ട് പോയാൽ തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ച് അവരുടെ ജോലിയിലേക്ക് അവരുടെ വർക്കിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട വഴികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഒരു ചാത്തന്റെ പിടിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് ഇമേജ്, സെൽഫ് കോൺഫിഡൻസ് തകരും. പതുക്കെ നമുക്ക് നമ്മളോട് തന്നെ വാല്യൂ ഇല്ലാണ്ട് വരും. ഒരിക്കലും അതിനെ അനുവദിക്കരുത്. മങ് മോഡ് പോലെ പല റൊട്ടീൻസ് ഞാനും എൻ്റെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള എലൈറ്റ് ക്ലബ്ബും ഫോളോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. മങ് മോഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ബയോയിൽ പ്രൊവൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഫോളോ ചെയ്യേണ്ട നമ്മുടെ റൊട്ടീനാണ് മങ് മോഡ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് മുതൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങളെ ഇനി പറ്റിക്കത്തില്ല. നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും.